കുറുപ്പമ്പടി ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ വേദിക് സിവിൽ സർവീസസ് ക്ലബ് പ്രവർത്തനം തുടങ്ങി. വേദിക് IAS അക്കാദമിയുടെ സഹകരണത്തോടെയാണ് കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുക. സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം ഫുഡ് ഫെസ്റ്റും ഫാർമേഴ്സ് മാർക്കറ്റ് പ്രദർശനവും ഉണ്ടായിരുന്നു. സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളെ IAS, IPS ഉൾപ്പെടെ ഇന്ത്യയിലെ ഉന്നത മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുറുപ്പമ്പടി ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ വേദിക് സിവിൽ സർവീസസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ തലത്തിൽ പ്രശസ്തമായ വേദിക് IAS അക്കാദമിയുടെ സഹകരണത്തോടെയാണ് കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുക. ക്ലബിന്റെ ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും വേദിക് IAS അക്കാദമി ചാൻസലറും ഫൗണ്ടറുമായ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ IAS നിർവഹിച്ചു. ഈ സെന്റ് തോമസ് സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഉൾപ്പെടെ UN സിവിൽ സർവീസ് ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകൾ, UN നടത്തുന്ന പരീക്ഷകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യക്കകത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരീക്ഷകൾ, ഗ്ലോബൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ, ഇതിനെല്ലാം ഉതകുന്ന തരത്തിൽ എങ്ങനെ കുട്ടികൾക്ക് സ്കൂൾ തലം മുതൽ പരിശീലനം കൊടുക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വളരെ പ്രയോജനകരമായ ഒരു തുടക്കമാണ് ഇവിടെ കുറിച്ചത്. അത് നമ്മൾ വേദിക് അക്കാദമി, വേദിക് IAS അക്കാദമിയുടെ പേരിലാണ്, നേതൃത്വത്തിലാണ് ഈ കുട്ടികൾക്ക് ഈ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സിവിൽ സർവീസ് അക്കാദമി, 25,000-ഓളം കുട്ടികൾ പഠിക്കുന്നു. ചീഫ് സെക്രട്ടറിമാരും DGPമാരും അംബാസഡേഴ്സും ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് നേതൃത്വം കൊടുക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ 4-5 വർഷത്തെ നിരന്തരമായ കോച്ചിങ് കൊണ്ട് ഒരു ഓഫീസറാക്കി മാറ്റുക എന്നുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ആൻലി ജോൺ, വേദിക് IAS അക്കാദമി നാഷണൽ ബിസിനസ് ഹെഡ് ജെറിൻ K. ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. August 15th, the Independence Day was celebrated at St. Thomas Public School, Kuruppambadi, Perumbavoor, in a fabulous manner, with a starting of a flag hoisting, farmers market where our students got a chance to sell and create entrepreneurial skills, and also the civil service club, which was inaugurated by the chancellor, the former chancellor, Dr. Babu Sebastian sir of MG University and Kannur University. So that was a beginning of a new journey of our school, and we had a fabulous celebration. ഇന്ത്യൻ സിവിൽ സർവീസിനൊപ്പം UN സിവിൽ സർവീസ് ഉൾപ്പെടെ 568ഓളം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ വേദിക് IAS അക്കാദമി നൽകുന്ന പരിശീലനം സഹായിക്കുമെന്ന് സ്കൂൾ അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓരോ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി കരിയർ എക്സ്പേർട്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ്. ബുധനാഴ്ചകൾ അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ ബാബു സെബാസ്റ്റ്യൻ സാർ അല്ലെങ്കിൽ SFR ജേക്കബ് സാറിനെ പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്ന ക്ലാസ്സുകളാണ്. റൈറ്റിംഗ് സ്കിൽസിനെ പറ്റി സാർ എടുക്കുന്നുണ്ട്. അതുപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്കോളർഷിപ്സ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ള സെഷൻസ് എടുക്കുന്നുണ്ട്. സാറ്റർഡേയിലേക്ക് വരുമ്പോൾ അത് ജനറൽ നോളജ് അല്ലെങ്കിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആണ്. ഇത് കൂടാതെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ടൈലർമെയ്ഡ് ആയിട്ട് നമ്മൾ വേദിക് സിവിൽ സർവീസസ് ക്ലബ്ബ് അംഗങ്ങളും ഭാരവാഹികളുമായ വിവിധ വിദ്യാർത്ഥികൾക്ക് നെയിം ബാഡ്ജുകൾ കൈമാറി. രാവിലെ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി PTA പ്രസിഡന്റ് ആനന്ദ് R പതാക ഉയർത്തി. ഫാർമേഴ്സ് മാർക്കറ്റ് PTA പ്രസിഡന്റ് ആനന്ദ് R, വൈസ് പ്രസിഡന്റ് ഐശ്വര്യ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളും ഭക്ഷണ വൈവിധ്യവും ഫെസ്റ്റിൽ ഇടം നേടി. ഫാർമേഴ്സ് മാർക്കറ്റും ഫുഡ് ഫെസ്റ്റും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി തീർന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.